എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കല്യാണം കഴിക്കണം. കുറച്ച് ടെററാണ്. അടുത്ത നിമിഷം ഞാനുണ്ടോയെന്ന് അറിയില്ല. ഞാൻ കാരണമാണ് ഒരു വിഷമം ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞേ പറ്റും. എന്ത് തോന്നിയവാസം കാണിക്കാം എന്നുള്ള ലെവലിലേക്ക് പോയി. പറയില്ല എന്നുള്ള വാശിയാണ്. എനിക്കൊരു ആർട്ടിസ്റ്റ്, നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മരിക്കണം. ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള ചീത്തയും കേൾക്കാം, ഏറ്റവും നല്ല കൈയടിയും കേൾക്കാം. എന്തും തുറന്നു പറയാം. എനിക്ക് ആ ഒരു ഫ്രീഡം. ക്രിസ്റ്റിനോ? കുഞ്ഞുങ്ങളുടെ ചിരി. റാപ്പിഡ് ഫയർ. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? കണ്ണൂർ. രണ്ടാൾക്കും കണ്ണൂരാണ്. ആ. ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി? കിലുക്കം. രേഖാചിത്രം. ഏതാ പറഞ്ഞേ? രേഖാചിത്രം. കുറച്ച് രേഖാചിത്രം. ടെററാണ്. ഏറ്റവും എന്താ പ്രിയപ്പെട്ട ഓർമ്മ ഏതാണ്? കല്യാണം തന്നെ. രണ്ടാളുടെയും കല്യാണം തന്നെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കല്യാണം കഴിക്കണം. മനസ്സിലാച്ചു. ഹോബി? യാത്ര. യാത്ര. രണ്ടാൾക്കും. ക്രിസിൽ എന്താണ് ഇഷ്ടപ്പെടാത്തത് ദിവ്യക്ക്? ഇഷ്ടപ്പെടാത്തതാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ, ഉണ്ട്. നാവും ആലോചിച്ച്. കുറേ ഉണ്ട്. അത് റാപ്പിഡ് ഫയർ ഒന്നുമല്ല, എസ്സേ ആയിട്ട്. അത് അങ്ങനെയല്ല. നമ്മളിപ്പം ഇപ്പം ഏട്ടൻ ഞാൻ ഒന്നിച്ചു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് മിണ്ടാതിരുന്ന് അപ്പം ചോദിക്കും എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, സ്നേഹം കൊണ്ട്. എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒന്നുമില്ല, എന്താ ആലോചിച്ചു. അങ്ങനെ ചോദിക്കാൻ എന്നോട് പറ്റില്ല. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ വേറെ പറ, അല്ല മുഖത്ത് കാണാനുണ്ടത് പറ, എന്താ അത് കിട്ടുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു അത് സ്വഭാവം, പറയില്ല എന്നുള്ള വാശിയാ. ഓ, ആ ഒരു സ്വഭാവം. അതാണ് ഇഷ്ടമല്ലാത്തത്. അത് ഇഷ്ടമല്ല. ക്രിസിന് തിരിച്ച് അതന്നെ ഈ പറയില്ല എന്നുള്ള വാശിയില്ല. അതെ. ഓ, രണ്ടാൾക്കും അങ്ങനെയല്ല, ഇല്ല, അങ്ങനെ ചിലപ്പോ ഒന്നും മനസ്സിലാകത്തുണ്ടാവില്ല. പക്ഷെ മുഖം മീൻസ് ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്കിവിടെ എപ്പോഴും സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നും ഉണ്ടാവില്ല, പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് പറഞ്ഞില്ലെങ്കിലായിട്ട്. അപ്പൊ ഒരു ദിവസം അമ്മ പറഞ്ഞു, കണ്ണാ നീ അത് എപ്പോഴും എന്തിനിങ്ങനെ മീൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കല്ലേ, അങ്ങനെ ചോദിക്കാൻ പാടില്ല പറഞ്ഞു. പക്ഷെ ചോദിക്കും. എൻ്റെ അനാലിസിസ് ഓഫ് ദാറ്റ് വേറൊന്നുമല്ല, അടുത്ത നിമിഷം ഞാൻ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ കാരണമാണ് ഒരു വിഷമം ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞേ പറ്റും. അത് പറയില്ല എന്നുള്ള വാശി കാണിച്ചു അങ്ങനെ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ആകെ ഇറിറ്റേറ്റിംഗ് വേറൊന്നുമല്ല, മുഖം പാടുന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് എപ്പോ നെറ്റി ചുളിയും. അതിപ്പോ എന്റെ കുഴപ്പമില്ല, ജന്മനാ കിട്ടിയതാ. ഞാൻ ജനിച്ചിരുന്ന ഇങ്ങനെ കരഞ്ഞോണ്ട് വന്നതാണ്, പിന്നെ അത് നിവർന്നില്ല. ഓ, ഞങ്ങളൊക്കെ പിന്നെ എന്ന് പറഞ്ഞല്ലേ പറയാൻ പറ്റൂല, ശരിയല്ലേ. കരഞ്ഞോണ്ടാവുന്നത്. അല്ല, ഇതിലും വലിയ അവാർഡൊന്നും ആവശ്യമില്ല ദിവ്യക്ക്. ഇത് അല്ല, ഇതിലും വലിയ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? എന്തും തുറന്ന് പറയാം ഏട്ടനോട്, എന്തും തുറന്ന് പറയാം. എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. ക്രിസ്റ്റിനോ? കുഞ്ഞുങ്ങളുടെ ചിരി. ഓക്കെ. ഇപ്പോൾ അപ്കമിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഈ പ്രൊഫഷൻ അത്ര ഈസി അല്ല. പെട്ടെന്ന് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ വരണ്ട. ആക്ടിങ് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രം വന്നാൽ മതി. കാരണം ചിലപ്പോൾ ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള ചീത്തയും കേൾക്കാം, ഏറ്റവും നല്ല കയ്യടിയും കേൾക്കാം. ഒരു പടം ഹിറ്റായി എന്ന് പറഞ്ഞാൽ അടുത്ത പടം ഹിറ്റാവണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. പിന്നെ പൈസയ്ക്കോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി വരരുത്. വരുന്നത് അഭിനയിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പൈസയും പേരും പ്രശസ്തിയും എന്നെങ്കിലും വരും. അത് ആ ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടാവാം. വാൻഗോഫിനാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. വാൻഗോഫ് ജീവിച്ചിരുന്നവരെ ഒരു പെയിൻറ്റിങ് പോലും വിറ്റുപോയിട്ടില്ല. പാവപ്പെട്ട് ബെറ്റ് വെച്ച് ചെവി അറുത്ത് മാറ്റി അതിൻ്റെയും പെയിൻറ്റിങ് വരച്ച് ഇതെല്ലാം കോടിക്കണക്കിന് വിറ്റ് പോകുന്നത് പിന്നെയാണ്. മൊണാലിസയുടെ ഒറിജിനൽ പെയിൻറ്റിങ് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പെയിൻറ്റിംഗ് ആണ്, പക്ഷെ പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഗംഭീര പെയിൻറ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫ് പൈസയ്ക്കോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി അല്ല എന്ന് തെളിയിച്ച ആൾക്കാരുടെ പൂർവ്വജരുടെ ഇതും വെച്ചിട്ട് പറയാം. അഭിനയമാണെങ്കിലും കലയാണെങ്കിലും നിങ്ങൾ റെക്കഗ്നിഷനോ പൈസയോ അല്ലെങ്കിൽ പേരോ പ്രശസ്തിയോ അതിനോ വേണ്ടിയിട്ട് വരരുത്. സമർപ്പണമാണ് ആവശ്യം. പിന്നെ ഇപ്പോൾ വല്യച്ഛൻ 39 വർഷം കുചേല ദിനത്തിൽ ഗുരുവായൂരിൽ കളിച്ചിട്ടുള്ള വ്യക്തി ഈ വർഷം താഴെ വീണ് ഹോസ്പിറ്റലൈസ് ആയത് കാരണം കളിക്കാൻ പറ്റിയില്ല. സോ ആസ് എൻ ആർട്ടിസ്റ്റ് അടുത്ത നിമിഷം ഉണ്ടോ എന്നറിയില്ല, ഈ നിമിഷം ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യാൻ റെഡിയായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ആർട്ടിസ്റ്റ് ആവാം. എന്താ പറയാനുള്ളത്? എനിക്കൊരു ആർട്ടിസ്റ്റ്, നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മരിക്കണം. ആ ലെവലിൽ തന്നെ നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് മരിക്കണം എന്നൊരാഗ്രഹം. അതിപ്പോൾ പറയും എന്തായാലും. പിന്നെ നല്ലൊരു അമ്മ എനിക്ക് നേരത്തെ കിട്ടി, അതുകൊണ്ട് നല്ലൊരു ഭാര്യ എന്നുള്ളതും കൂടി ഒന്ന് വരണം. ആണല്ലോ ഇത്രയും പറഞ്ഞല്ലോ. ഇനി വരുന്ന കുട്ടികളോട് ഞാനതെ കോമാളിത്തരം കളിക്കാനായിട്ട്
അത് ഞാൻ പറഞ്ഞില്ല, നെഞ്ചോട് ചേർത്ത് പോയിട്ട് കലയെ കലയായിട്ട് തന്നെ കാണാം. അത് ഇപ്പം പല റീൽസിലും വരുമാനത്തിന് വേണ്ടി പലതും കളിച്ചു കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാണ് ശരീരം പോലും കാണിച്ചു കൊടുത്ത് എന്ത് തോന്നിയവാസം കാണിക്കാം എന്നുള്ള ലെവലിലേക്ക് പോയി. കാരണം ഇത് ഒന്നും ചിന്തിക്കില്ല, ഇത് മറ്റുള്ള കുട്ടികൾ കാണുന്നോ, ഇത് ചെറിയ കണ്ടുവരുന്ന തലമുറ, ഇത് വരുന്ന തലമുറ കണ്ടുവരുവാണെന്ന് ആരും ചിന്തിക്കില്ല. എല്ലാവർക്കും ഇപ്പൊ പണം 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 എന്നില്ല ഒരു ഇതിലേക്ക് പൈസ വേണ്ടെന്നല്ല, പൈസ വേണം. പക്ഷെ ഇതിനായിട്ട് ഒരുങ്ങി തിരിക്കരുത്, ആ ഒരു അധപ്പതനം നശിപ്പിക്കരുത് കലയെ, അത്രേ ഉള്ളൂ. 2026 വർഷത്തിലുള്ള പ്രതീക്ഷകൾ? ആക്ച്വലി 2026 കഴിയുന്നതിന് മുന്നേ എൻ്റെ 100 പുസ്തകങ്ങൾ കംപ്ലീറ്റ് ആവും. സോ 100th ബുക്ക് വിൽ ബി എ സെലിബ്രേഷൻ. 2026 100 ബുക്ക് തികയ്ക്കുകയാണ്. 100ാമത്തെ ബുക്കായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് കുറേ കാലമായിട്ട് പബ്ലിഷ് ആവാതിരിക്കുന്നുണ്ട്. ആ പുസ്തകം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. റെസ്റ്റ് ഇസ് ലെഫ്റ്റ് ടു നേച്ചർ. അതിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, സ്റ്റേജ് ആങ്കർ, സ്റ്റേജ് കോമ്പിയർ, അതും കൂടി ഒരു വാചകത്തിൽ. ഒത്തിരി ഇഷ്ടമാണ്, സ്റ്റേജിന് ഒത്തിരി ഇഷ്ടമാണ്. അത് നാടകമായാലും സ്റ്റേജ് കോമ്പയറിങ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ സ്കിറ്റും കോമഡി എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ അരങ്ങ് എന്ന് പറയുന്നത് മനുഷ്യനെ പിന്നെയും പിന്നെയും വലിച്ച് ഇങ്ങനെ അവിടെ കൊണ്ടിടുന്ന ഒരു ചുഴിയാണ്. പല വേദികളിലും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെ അതേ വേദിയിൽ ചിലപ്പോൾ ഗസ്റ്റായിട്ടും പോയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒത്തിരി. കാരണം ഇത്രയും കാലമായി കഴിയുമ്പം അവർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല ഇവിടെ ഞാൻ അങ്ങനെയാ വന്നതെന്നുള്ളത്. ഇപ്പൊ സീരിയൽ വൈസ് തന്നെ പണ്ട് എന്നെ വിളിച്ച ആൾക്കാർക്ക് അറിയില്ല ആ ആളെയാണ് പിന്നെയും വിളിക്കുന്നത്. ഇപ്പൊ വേറെ ആളാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, നോ പ്രോബ്ലം.